ഏവർക്കും സ്പോട്ടോപ്പിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സൂപ്പർ ലീഗ് കേരളയെ കുറിച്ചാണ്. സൂപ്പർ ലീഗ് കേരള എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് വളരെയധികം സന്തോഷമൊക്കെ തോന്നുന്നുണ്ടാവും. കാരണം ഫുട്ബോളിനെ അത്രയധികം സ്നേഹിക്കുന്നവരാണ് നമ്മുടെ മലയാളികൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇടനെഞ്ചിലാണ് ഫുട്ബോളിന്റെ സ്ഥാനം എന്നുള്ളതും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോ ഫുട്ബോളിലേക്ക് വരുമ്പോൾ പണ്ട് ഡിയോഗോ മറഡോണ പറഞ്ഞ ഒരു വാക്ക് തന്നെ കടമെടുക്കാമെന്ന് തോന്നുന്നു. കേരളം എന്ന് പറയുന്നത് എനിക്ക് കേരളത്തിലേക്ക് ഡിയോഗോ മറഡോണ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് കേരളത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ സ്വന്തം രാജ്യത്തോട്ട് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നാറ്. കാരണം അവിടെ ഉള്ളവര് ഫുട്ബോളിനെ സ്നേഹിക്കുന്നത് ഒരു ഇമോഷൻ ആയിട്ടാണ് എന്നുള്ളതാണ് പണ്ട് ഡിയോഗോ മറഡോണ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെ മൈക്കൽ സെൽഗാഡോ, പണ്ടത്തെ റയൽ മാഡ്രിഡ് ഫോമർ ഡിഫൻഡർ ആയിട്ടുള്ള സെൽഗാഡോ പറഞ്ഞതും ഇതേ സെയിം രീതിയിലുള്ള ഒരു വാക്ക് തന്നെയാണ്. ഫുട്ബോൾ എന്ന് പറയുന്നത് കേരളക്കാർക്ക് ഒരു പവർ ഹൗസ് ആണ്. ഇന്ത്യയിൽ തന്നെ വലിയൊരു പവർ ഹൗസ് ആയിട്ട് കേരളം മാറിയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു പണ്ട് സെൽഗാഡോ പറഞ്ഞത്. അപ്പോൾ ഇപ്പൊ നമ്മൾ സൂപ്പർ ലീഗിലെ കേരളയിലേക്ക് വരുമ്പോഴും വലിയ വലിയ നമുക്ക് വിശ്വസൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാട്ടോ യാഥാർത്ഥ്യം. ഇറ്റാലിയൻ സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഫാബ്രിസിയോ റൊമാനോ മലപ്പുറം FC അവരുടെ വീഡിയോയില് ഒരു വിശ്വസ് അറിയിക്കുന്നതാണ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ജോൺ ടെറി, ചെൽസി ലെജൻഡ് ആയിട്ടുള്ള ജോൺ ടെറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോൺ ഗ്രിഗറിയാണ് മലപ്പുറം FC കോച്ച് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമെങ്കിൽ ഞാൻ അവിടെ കളിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ജോൺ ടെറി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇപ്പൊ വേൾഡ് ഫുട്ബോളില് സൂപ്പർ ലീഗ് കേരളയെ വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ഇനി ഇതിലേക്ക് വരുമ്പോൾ, ഈ സൂപ്പർ ലീഗ് കേരളയിലേക്ക് വരുമ്പോൾ വലിയ വലിയ ബിഗ് അനൗൺസ്മെന്റുകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോ ഏതൊക്കെ ടീമുകൾ ആരൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്, അനൗൺസ്മെന്റുകൾ എന്തൊക്കെയാണ്, ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചുള്ളത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റത്തെ ടീമാണ് തിരുവനന്തപുരത്തിന്റെ കേസിൽ എടുക്കുമ്പോൾ ബ്രസീലിയൻ കോച്ചായിട്ടുള്ള സെർജിയോ അലക്സാണ്ട്രെ ഒഫീഷ്യലായിട്ട് അവർ കോച്ചായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അടുത്തത് നമ്മുടെ കൊച്ചിന്റെ കേസിലാണ്. ഫൗസ കൊച്ചിയുടെ കേസിൽ പൃഥ്വിരാജും ഒക്കെ ആ ക്ലബ്ബ് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അവസാനമായിട്ട് വന്നൊരു വാർത്ത. അതുപോലെ തന്നെ ജോൺ പോൾ അഞ്ചേരിയെ അസിസ്റ്റന്റ് കോച്ചായിട്ട് ഇപ്പോൾ ഫോഴ്സ കൊച്ചിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അടുത്തത് തൃശ്ശൂർ FC കേസിൽ തൃശ്ശൂർ മാജിക് FC എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവരുടെ ക്ലബിന്റെ നാമകരണം എന്ന് പറയുന്നത്. തൃശ്ശൂർ റോർ FC എന്നായിരുന്നു പഴയ പേര്. അപ്പോൾ തൃശ്ശൂർ മാജിക് FC എന്നതിലേക്ക് മാറി. ഇപ്പൊ നമുക്കറിയാം ലിസ്റ്റൻ സ്റ്റീഫൻ ആണ് ഇപ്പോൾ സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനി ഏറ്റെടുത്തുള്ള മാജിക് ഫ്രെയിംസിന്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ലിസ്റ്റൻ സ്റ്റീഫൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ പുള്ളിക്കാരന്റെ ടീം ആയതുകൊണ്ട് തന്നെ തൃശ്ശൂർ മാജിക് FC എന്നുള്ള രീതിയിലേക്ക് അവർ പേര് മാറ്റിയിട്ടുണ്ട്. അപ്പൊ പല രീതിയിൽ തൃശ്ശൂരിൽ പല രീതിയിൽ ആൾക്കാരൊക്കെ പറയുന്നത് എന്തിട്ടാ ഗഡിയായി പേര് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ മാജിക് FC എന്നുള്ള രീതിയിൽ വലിയൊരു ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല പേര്. പഴയ ഒരു പേര് അല്ലെങ്കിൽ തൃശ്ശൂർ കൊമ്പൻസ് FC എന്നൊക്കെ ആവുമ്പോൾ കുറച്ചും കൂടി ഒരു നാച്ചുറൽ വൈബ് തോന്നും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത് നമ്മൾ ഇപ്പോ തൃശ്ശൂർ FC വലിയ സൈനിങ്സ് ഒന്നും നടന്നിട്ടില്ല. CK വിനീതിനെ അവർ സൈൻ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കണം, നമുക്ക് ഒരു വീഡിയോ തയ്യാറാക്കാമെന്ന് തോന്നുന്നു. അടുത്തത് മലപ്പുറം FC കേസിലാണ്. മലപ്പുറം FC ആണ് വലിയ വലിയ ബിഗ് അനൗൺസ്മെന്റുകൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആരാധകർക്കിടയിലൊക്കെ വലിയ വലിയ ഇമ്പാക്ട് ഇപ്പോൾ മലപ്പുറം FC ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ജോൺ ഗ്രിഗറി അവർ കോച്ചായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെന്നൈയിൻ FC 2017-18 സീസണിലൊക്കെ ചാമ്പ്യൻസ് ആക്കുന്നതിൽ നിർണായക പങ്കുവെച്ചുള്ളൊരു പുള്ളിക്കാരനായിരുന്നു ജോൺ ഗ്രിഗറി. അദ്ദേഹം ബെസ്റ്റ് കോച്ചായിട്ട് ആ സീസണിലൊക്കെ തെരഞ്ഞെടുത്തത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ജോൺ ഗ്രിഗറിയുടെ കേസിൽ നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. പുള്ളിക്കാരൻ ആസ്റ്റൺ വില്ലയിലൊക്കെ പണ്ട് കോച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇനി അടുത്തത് അവരുടെ മെയിൻ സൈനിങ് ആയിട്ട് പറയാനുള്ളത് അനസ് എടത്തൊടികയാണ്. നമ്മുടെ മലയാളികളുടെ ഒക്കെ സ്വന്തം അനസ് എടത്തൊടിക അവര് ഡിഫൻഡറായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിഥുനെ അവരുടെ സേവിയർ ആയിട്ട് ഗോൾ കീപ്പിംഗ് സെക്ഷനിലേക്ക് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വലിയ വലിയ ബിഗ് ഫോറിൻ സൈനിങ്സ് ആണ് അവർ നടത്തിയിട്ടുള്ളത്. സെർജിയോ ബാർബോസ എന്ന് പറയുന്ന ബ്രസീലിയൻ താരത്തെ അവർ ടീമിൽ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റാഫേൽ അഗസ്റ്റോ, നമുക്കറിയാം ജോൺ ഗ്രിഗറിയുടെ കീഴില് ചെന്നൈ FC കളിച്ചൊരു താരമായിരുന്നു റാഫേൽ അഗസ്റ്റോ. പുള്ളിക്കാരൻ ഇപ്പോൾ ടീമിൽ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉറുഗ്വൻ പ്ലെയർ ആയിട്ടുള്ള പെഡ്രോ മാൻസിയെ അവരുടെ ടീമിൽ എത്തിക്കുക വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ മലപ്പുറമാണ് ഇപ്പോ വലിയ രീതിയിൽ കത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്തത് കാലിക്കറ്റ് FC കാലിക്കറ്റ് FC നോക്കുമ്പോൾ നമ്മുടെ ഫോർമർ കേരള ഫുട്ബോൾ താരമായിരുന്ന, കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിരുന്ന ബെൽഫോർട്ടിനെ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. ബെൽഫോർട്ടിന്റെ ഒരു സൈനിങ് ഒരു കിഡ് സൈനിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ അബ്ദുൾ ഹക്കുവിനെ കൂടി അവര് ടീമിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ കാലിക്കറ്റ് FC അവരുടെ സൈനിങ്സുകളൊക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത് നമ്മൾ കണ്ണൂർ FC നോക്കുമ്പോഴും വലിയൊരു അനൗൺസ്മെന്റ് കാര്യങ്ങളും പരിപാടികളൊന്നും
നടന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇനി അതിന്റെയും കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സുകളൊക്കെ വരും. അപ്പൊ അതിന്റെയൊക്കെ ഒരു വീഡിയോ ആയിട്ട്, വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ സൂപ്പർ ലീഗ് കേരള നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അപ്ഡേറ്റ്സുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ തുടർന്നുള്ള കണ്ടന്റുകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.